സിപിഎമ്മിനെ വെട്ടിലാക്കി സാമ്പത്തിക ആരോപണവുമായി ഡിവൈഎഫ്ഐ നേതാവിന്റെ ശബ്ദരേഖ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ MK കണ്ണൻ അടക്കമുള്ളവർക്കെതിരെ ഗുരുതര ആരോപണം. കപ്പലണ്ടി വിറ്റുനടന്ന കണ്ണൻ കോടിപതിയായെന്ന ശബ്ദരേഖയിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ്. മുൻമന്ത്രി AC മൊയ്തീനെതിരെയും ആരോപണം. CPI സംസ്ഥാന കൌൺസിലിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോക്ക്. AITUC തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി മീനാങ്കൽ കുമാറാണ് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സമ്മേളനം ഇന്ന് സമാപിക്കും. കോഴിക്കോട് സരോവരത്ത് കുഴിച്ചിട്ട വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലന്റേതെന്ന് കരുതുന്ന അസ്ഥി കണ്ടെത്തി. സരോവരത്ത് തെരച്ചിൽ തുടരുന്നു. കിട്ടാനുള്ളത് തലയോട്ടി മാത്രം. മൃതദേഹം കെട്ടിത്താഴ്ത്തിയ കല്ലും കണ്ടെത്തി. പോലീസിന്റെ വാർത്താ സമ്മേളനം ഉടൻ. ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ രണ്ടഭിപ്രായമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സോഷ്യൽ മീഡിയയിൽ കാണുന്ന വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറയണമെന്നില്ലെന്നും സതീശൻ. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം നടത്താനുള്ള സർക്കാർ നീക്കം വിവാദത്തിൽ. കൊച്ചിയിലോ കോഴിക്കോടോ ന്യൂനപക്ഷ സംഗമം നടത്താൻ ആലോചന. മതാടിസ്ഥാനത്തിൽ സംഗമം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് പ്രതിപക്ഷ നേതാവ്. എല്ലാ ജാതികളുടെയും ഉപജാതികളുടെയും സമ്മേളനം നടത്തണമെന്നും VD സതീശൻ. ലൈംഗികാരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് വേടൻ. ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയിൽ ചോദ്യം ചെയ്യലിനായി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായപ്പോഴായിരുന്നു വേടന്റെ പ്രതികരണം. പോലീസ് എടുത്തത് വ്യാജ കേസ് എന്ന് തെളിഞ്ഞിട്ടും ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാതെ സർക്കാർ. 2014 ആറന്മുള സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് വ്യാജമെന്ന് കണ്ടെത്തിയത് ക്രൈംബ്രാഞ്ച്. വ്യാജ കേസിൽപ്പെട്ട് കോട്ടയം സ്വദേശി പ്രദീപ് 21 ദിവസം ജയിലിൽ കിടന്നു. ആറന്മുള CI ദിലീപ് ഖാനെതിരെ ക്രൈംബ്രാഞ്ച് ADGP അച്ചടക്ക നടപടി ശുപാർശ ചെയ്തിട്ടും നടപടിയില്ല. പോലീസിനെതിരെ ഉയർന്ന പരാതികൾ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് സംസ്ഥാന പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖർ. ജനങ്ങൾ പോലീസിനൊപ്പം. പരാതികൾ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി പരിശോധിക്കുന്നു. മറ്റ് അന്വേഷണങ്ങളുടെ ആവശ്യമില്ലെന്നും DGP Q18-ൽ. രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തു. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയില്ല. മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായി. നേപ്പാളിൽ ഇടക്കാല സർക്കാരിന്റെ തലപ്പത്തേക്ക് മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി വരാൻ സാധ്യതയേറെ. പ്രധാനമന്ത്രി പദം സിറ്റിംഗ് MPക്ക് ആയിരിക്കണമെന്ന ഭരണഘടനാ നിബന്ധനയുള്ളതിനാൽ കാവൽ സർക്കാരിന്റെ ചെയർപേഴ്സണായി നിയമിക്കുന്നത് പരിഗണനയിൽ. സുശീല കർക്കിയെ നിയമിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും യോജിപ്പ്.